ലക്ഷദ്വീപിലെ സ്കൂളുകളിൽ ഭാഷാ പരിഷ്കരണ ഉത്തരവിറക്കിയത് വിശദ പഠനം നടത്താതെയെന്ന ഹൈക്കോടതി വിമർശനം. ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തണമെന്നും അറബി മഹൽ ഭാഷകൾ പഠിപ്പിക്കുന്നത് തൽക്കാലം തുടരണമെന്നും കോടതി നിർദ്ദേശിച്ചു. സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനെതിരെ ദ്വീപുകളിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. NSUA ലക്ഷദ്വീപ് അധ്യക്ഷൻ അജാസ് അക്ബർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ. വേണ്ടത്ര പഠനം നടത്താതെയാണ് ദ്വീപ് ഭരണകൂടം ഭാഷാ പരിഷ്കരണം നടപ്പിലാക്കിയത് എന്നും ബന്ധപ്പെട്ടവരോട് ചർച്ച ചെയ്തില്ല എന്നും കോടതി വ്യക്തമാക്കി. ഭാഷയ്ക്ക് ആഴത്തിലുള്ള സാംസ്കാരിക പ്രാധാന്യമുണ്ടെന്നും അതിൽ വരുന്ന ഏതു മാറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഹർജിയിൽ വാദം കഴിയുന്നതുവരെ പരിഷ്കരണം നടപ്പാക്കരുതെന്ന് ഇടക്കാല ഉത്തരവിലൂടെ ദ്വീപ് ഭരണകൂടത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അറബി മഹൽ ഭാഷകൾ പഠിപ്പിക്കുന്നത് അതുവരെ തുടരാനും നിർദ്ദേശമുണ്ട്. വിശദ പഠനം നടത്തിയ ശേഷം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. അതിനിടെ അഗത്തി, ആന്ത്രോത്ത് ദ്വീപുകളിൽ ചില സ്കൂൾ അടച്ചുപൂട്ടി. ഇതിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങി. വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്ത അഫിഡവിറ്റ് അനുസരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് കോടതി തീർപ്പ് കൽപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നലെ തുടങ്ങിയ പുതിയ അധ്യയന വർഷത്തിൽ മലയാളം മീഡിയത്തിൽ പ്രവേശനം നൽകുന്നില്ലെന്നും പരാതിയുണ്ട്. മീഡിയ 1 കൊച്ചി.